ഗുഡ്. അപ്പൊ അലിബായ്ക്ക് തല്ലാൻ മാത്രമല്ല ഉപദേശിക്കാനും അറിയാം. നിന്റെ ആ തെണ്ടിക്കൂട്ടങ്ങളില്ലാതെ ഒറ്റയ്ക്കോടെ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? അറബിക്കടലിൽ നീന്തി പഠിച്ചവന് കനാലിലെ വെള്ളം കണ്ടിട്ട് എന്തിനാണ് കോയ ബേജാറാവണത്? നിന്റെ അപ്പനെ തല്ലിയിട്ട എന്നെ ജയിക്കാനാണെങ്കിൽ ആണായിട്ട് നേരിട്ട് വാ പാളയം മാർക്കറ്റിലേക്ക്. അല്ലാതെ അവിടെ കിടന്ന് പൊരിവെയിൽ കൊള്ളുന്ന പാവങ്ങളുടെ അന്നം മുട്ടിച്ചിട്ട് എന്നോട് ജയിക്കാനാണ് നിന്റെ പടപ്പറപ്പാണെങ്കിൽ, മോനെ ഡാനെ, പ്രായത്തിൽ കൂടുതൽ വളർച്ചയുള്ള നിന്റെ ഈ ശരീരം അതിന് പോരാ. അതൊന്നും നിന്നോട് മുഖാമുഖം കണ്ടു പറയാനാ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത്. അത് ശരി, കമ്മീഷണർ സാറ് കാര്യങ്ങളൊക്കെ അപ്പപ്പോ വന്ന് ഈ മേൽ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? ഏതൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ തന്തയ്ക്ക് പറക്കാത്ത ഒരു അങ്ങാടിപ്പട്ടിയുടെയും ശുപാർശ വേണ്ട എനിക്ക്. ഈ പണി മാർക്കറ്റിൽ വെച്ച് നീ എനിക്ക് നേരെ കൈയോങ്ങിയപ്പോ എടുക്കാതിരുന്നത് നമ്മളെ പോലുള്ള ലോക്കൽ ഗുണ്ട നിന്നെ പോലുള്ള ഒഫീഷ്യൽ ഗുണ്ടയോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ലല്ലോ കോയ. എന്തായാലും ഇപ്പൊ തന്നത് ഈ അങ്ങാടി പട്ടിയുടെ തന്തയ്ക്ക് വിളിച്ച വകയില് ഒരു പണയപ്പണ്ടം പോലെ അവിടെ കിടക്കട്ടെ. നോക്കി നിൽക്കാതെ പൊട്ടിക്കാ പന്തിയെ.